ഹായ് ഫ്രണ്ട്സ്, സാനു വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വീഡിയോ ആണ്. മാവില കൊണ്ട് നമുക്കൊരു നല്ലൊരു ജ്യൂസ് ഐറ്റംസ് ഉണ്ടാക്കിയാലോ. ഞാൻ 2 മാവിലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പി. അതിപ്പോൾ നല്ല ചൂട് കാലമൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ ശരീരത്തേക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ വേണ്ടത് നമ്മുടെ മാവില നല്ല മൂപ്പെത്തിയത് എടുക്കരുത്, എന്നാൽ നല്ല സിമ്പിളായതും എടുക്കരുത് കേട്ടോ. ഏതാ വെച്ചാൽ നല്ല തളിരയില എടുക്കരുത്. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു മീഡിയം സൈസ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത് കേട്ടോ. എന്നുവെച്ചാൽ നല്ല കയ്പും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം, 1 കപ്പ് തണുത്ത വെള്ളം, പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് 2 മാവിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് കേട്ടോ, കുരു കളഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് അത് കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഏലക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ഏലക്കൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മാവില ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാൻ മറന്നായിരുന്നു. ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ട് ഇതാ അടിച്ചു വെച്ചതാണ് കേട്ടോ. അരിച്ചു വെച്ചതാണേ. അപ്പോൾ എന്ന് പറയേണ്ടത്, ഇത് കുറച്ച് ചവർപ്പൊക്കെ ഉണ്ട് കേട്ടോ. മാവിലയുടെ ആ ചവർപ്പൊക്കെ ഉണ്ട്. എന്നാലും ഐസ് ക്യൂബ് വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്, വേണ്ടവർക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതിന് എടുത്ത് പറയേണ്ടൊരു കാര്യം, നമ്മുടെ ചൂടിനൊക്കെ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ആ ചവർപ്പിനെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ കൂട്ടിയിടാം. അപ്പോൾ ഞാൻ കുടിച്ച് നോക്കിയിട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.